ഹലോ ഗൈസ്, എല്ലാവർക്കും എയർ ജെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോങ് റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മുടെ ലാലേട്ടന്റെ ശബ്ദത്തിൽ ബെറോസിന്റെ ആദ്യ ഗാനം വന്നിരിക്കുകയാണ്. അപ്പം സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോങ് റിയാക്ഷൻ പരിപാടിയൊക്കെ കുറച്ചായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കാരണം എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലൊന്നും, എന്നെ ചെയ്യിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ റിയാക്ട് ചെയ്യാറുള്ളൂ. അപ്പം ലാലേട്ടന്റെ ശബ്ദത്തിൽ ഒരു പാട്ട് വരുമ്പോഴത്തേക്കും റിയാക്ട് ചെയ്യാതെ പോകുന്നത് എങ്ങനെയാണ്? പിന്നെ എങ്ങനെയാണ് ഞാൻ ഒരു മോഹൻലാൽ ഫാൻ ആവുന്നത്? സോ എന്തായാലും നമുക്ക് ഈ ഒരു സോങ് ഒന്ന് കേട്ട് നോക്കാം. ലാലേട്ടന്റെ ശബ്ദം, ആ ശബ്ദത്തിൽ വരുന്ന പാട്ട് എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് ഫേവറേറ്റ് ആണ്. നമ്മുടെ കൈതപ്പൂവിൻ ആ ഒരു സോങ് ഉണ്ടല്ലോ ലാലേട്ടൻ പാടിയ അത്. അതേപോലെ തന്നെ നമ്മുടെ സ്ഫടികത്തിൽ ഇടയ്ക്ക് വരുന്ന ലാലേട്ടൻ പാടിയ ആ ഒരു ലൈനൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം ലാലേട്ടന്റെ ശബ്ദത്തിൽ വരുന്ന പാട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതും ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ബെറോസിൽ. റെഡി. സിംഗർ മോഹൻലാൽ, ഡയറക്ടർ മോഹൻലാൽ. ഇസബല ഇസബല കരളിൻ പൊന്നിധിയാണു നീ, നിഴലുപോ ഹരിക ഞാൻ അതിരു കാക്കണ കാവലും. മ്യൂസിക്. കപ്പലുകൾ മുത്തമിടും മധുരമീ പറുദേശയിൽ, നാടുവാഴും നായകൻ തൻ അരിയ രാജകുമാരി നീ. ചിണുങ്ങും പാവയല്ലേ, തിളങ്ങും വൈരമല്ലേ, ബറോസിൻ ഗാനമെന്നും നിനക്കായി മാത്രമല്ലേ. ഇസബല ഇസബല കരളിൻ പൊന്നിധിയാണു നീ, നിഴലുപോൽ അരിക ഞാൻ അതിരു കാക്കണ കാവലും. ലിറിക്സ് ബോഡിയാണ് വേറെ ലെവൽ. മ്യൂസിക് പ്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിന്റെയൊക്കെ വിഷ്വൽസ് എങ്ങനെയായിരിക്കും?
ദീപമാകാം. ഇസബല ഇസബല കരളിൻ പൊന്നിധിയാണു നീ. നിഴലുപോ അരികെ ഞാൻ അതിരു കാക്കണ കാവലും. രാവൊരുങ്ങി ലാവിറങ്ങി പറന്നിറങ്ങി മിനുങ്ങുകൾ. വെള്ളിമിഴി പൂട്ടിമെല്ലെ കനവു കണ്ടു മയങ്ങു നീ. ബിഗാമാ തമ്പുരാന്റെ കുരുന്നേ കുഞ്ഞു പൂവി. നിനക്കായി നാളെയേതോ പ്രഭാതം കാത്തിരിപ്പൂ. ഇസബല ഇസബല കരളിൻ പൊന്നിധിയാണു നീ. നിഴലുപോ അരികെ ഞാൻ അതിരു കാക്കണ കാവലും. ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ, ബെറോസ് 3D. സംഭവം പക്ക ഫീൽ ഗുഡ് സാധനം സോങ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് കിടിലം, ലിറിക്സ് അതിലും കിടിലം. അതിനൊപ്പം നമ്മുടെ ലാലേട്ടൻ്റെ വോയിസും കൂടെ വരുമ്പോഴത്തേക്കും വേറെ ലെവൽ ഫീലാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ ആ ഒരു കൈതപ്പൂവിൽ നിന്ന് തുടങ്ങുന്ന ആ സോങ്, അതേപോലെ സ്ഫടികത്തിലെ ആ ഒരു ചെറിയ പോർഷനൊക്കെ എനിക്ക് ലാലേട്ടൻ്റെ സൗണ്ടിൽ കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതേപോലെ പല പാട്ടുകളും ലാലേട്ടൻ പാടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫീല് കിട്ടാറുണ്ട്. ഈ ഒരു സോങ് അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ശബ്ദത്തിൽ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. അപ്പം ഇതിൻ്റെ 3D വിഷ്വൽസ് ബിഗ് സ്ക്രീനിൽ എങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലർക്കും വലിയ രീതിയിലുള്ളൊരു ഹൈപ്പൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് ബെറോസ്. അപ്പം എനിക്കും ആ ഒരു വലിയ 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 ഗംഭീര ഹൈപ്പൊന്നും ബെറോസിനെ പറ്റിയിട്ടില്ല. ഒരു ചിൽഡ്രൻസ് പടമാണെന്നാണ് ഇതുവരെയുള്ള ഒരു സംഭവങ്ങളല്ല, അപ്ഡേറ്റ്സും. അത് കണക്ക് ലാലേട്ടൻ തന്നെ പറഞ്ഞത് കൊച്ചു കുട്ടികൾക്കൊക്കെ കണ്ട് രസിക്കാൻ പാകത്തിനുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് ബെറോസ്. അപ്പം നമുക്കും ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി, എല്ലാവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഉറങ്ങി കിടപ്പുണ്ടല്ലോ, അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു സിനിമ കാണാനായിട്ട് പോകാം. 3D സംഭവങ്ങളൊക്കെ കിടിലം ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിൻ്റെ ഒപ്പം പിടിച്ചിരുത്താൻ പാകത്തിനുള്ള ഒരു സ്ക്രിപ്റ്റും ആ ഒരു വിഷ്വൽസിൻ്റെ ഭംഗിയും എല്ലാം കൊണ്ടും ബെറോസ് കിടിലനാകും എന്ന് വിശ്വസിക്കാം നമുക്ക്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പിന്നിലേക്ക് വരുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെ ക്യാമറയ്ക്ക് മുന്നിലുള്ള ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് അത് ഏറ്റവും നല്ലതായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ലാലേട്ടൻ ഒരു വണ്ടർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് അതേപോലെ തന്നെ ഡിസംബർ 25 ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന ബിഗ് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം മലയാളികൾക്കും അതൊരു അഭിമാന നിമിഷമായിട്ട് മാറട്ടെ. അത് മലയാളികളെല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ഡിസംബർ 25 തിയേറ്ററുകളിൽ ബെറോസ് എത്തും. എനിക്ക് ഈ ഒരു സോങ് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സിനിമയുടെ സോങ് കമ്പോസർ എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ലിഡിയാൻ നാദസ്വരം എന്ന പുള്ളിയാണ്. സോങ് കിടിലനായിട്ടുണ്ട് കേട്ടോ. ലാലേട്ടനെ വെച്ച് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിടിലനായിട്ട് തന്നെ സോങ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സോങ്സ് ഒക്കെ വരട്ടെ. ഇനി ഒരു ടീസറോ ട്രെയിലറോ എന്തെങ്കിലും വരുമോ എന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു ഒരു ടീസറും കൂടെ ചിലപ്പോൾ വന്നേക്കാം. കാരണം ഒരുപാട് നേരത്തെയാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ ഒരു റിലീസ് ടീസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ടൊക്കെ നമുക്ക് കാത്തിരിക്കാം. കിടിലനാവട്ടെ ലാലേട്ടൻ്റെ 2025 രണ്ടാമത്തെ പടം. ഒരു പടമേ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ളൂ, വാലിബൻ. അതിനു മുമ്പ് നേരെ ഒരു ഗംഭീര ഹിറ്റായിട്ട് മാറിയ പടമാണ് കഴിഞ്ഞ ക്രിസ്മസിന് റിലീസ് ചെയ്ത പടം. അപ്പം ആ ഒരു ചരിത്രം അതുക്കും മേലെ വലിയൊരു ഹിറ്റ് അടിച്ചുകൊണ്ട് ഈ ഒരു ക്രിസ്മസിൽ, അതും 25 തന്നെയാണ് റിലീസ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കടന്നിരിക്കും. ബൈ ബൈ.